ഹായ് സ്റ്റുഡൻസ്, നമ്മൾ സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളതിൽ 2 ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിരുന്നു. ആ 2 ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്തിരുന്നത് എന്താണ് മാനേജ്മെൻറ്റ്, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ടായി. അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ 2 ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്, നാച്ചർ, മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം ഇൻട്രൊഡക്ഷനായിട്ട് തന്നെ പറയുന്നു, ഒരു മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം. ഇങ്ങനെ മാനേജ്മെൻറ്റിന് എന്ത് സ്വഭാവമാണുള്ളത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പം ഇത് പുറമേ നിന്ന് നോക്കിക്കാണുന്ന ആളുകളുടെ കൺക്ലൂഷൻ, അവർ പറയുന്നതാണ് ഈ മാനേജ്മെന്റ് ഇന്നതാണ് എന്നുള്ളത്. എന്ന പോലെ മാനേജ്മെന്റിന് ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്, ഒരുപാട് ഓതേഴ്സ് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ മാനേജ്മെന്റിനെ നോക്കിക്കാണുകയാണ്. ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ സ്വഭാവം എന്ത്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം പറയാൻ കഴിയില്ല, പക്ഷെ നിങ്ങളെ കാണുന്ന, നിങ്ങളുടെ പെരുമാറ്റം മനസ്സിലാവുന്ന, അറിയുന്ന, കണ്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് നിങ്ങൾ ഏത് സ്വഭാവക്കാരനാണ് എന്നുള്ളത് പറയാൻ കഴിയും. എന്ന പോലെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്ത പല ഓതേഴ്സ്, അതുകൊണ്ട് തന്നെ പല ഓതേഴ്സിന്റെ തന്നെ ആ കൺക്ലൂഷൻ പലതാണ്. ചിലർ പറഞ്ഞു മാനേജ്മെന്റ് ഒരു സയൻസാണ്, ചിലർ പറഞ്ഞു മാനേജ്മെന്റ് ഒരു ആർട്ടാണ്, ചിലർ പറയുന്നു അതൊരു പ്രൊഫഷനാണ്, ചിലർ അത് ഗ്രൂപ്പാണ്, ചിലർ അത് ഡിസിപ്ലിനാണ്. അങ്ങനെ പല കൺക്ലൂഷനും പല ഓതേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ സിലബസിൽ 3 സ്വഭാവമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന് പറയുന്നത് മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. അത് ചില ഓതേഴ്സാണ് അങ്ങനെ പറയുന്നത്. ചില ഓതേഴ്സ് പറയുന്നത് മാനേജ്മെന്റ് ഒരു ആർട്ടാണ്, ചിലർ പറയുന്നു മാനേജ്മെന്റ് ഒരു പ്രൊഫഷനാണ്. ഇതാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പോൾ മാനേജ്മെന്റിന്റെ സ്വഭാവം നിങ്ങൾക്കറിയാം, മാനേജ്മെന്റ് ഇസ് എ മൾട്ടി ഡിസിപ്ലിനറി because it is derived from various disciplines like sociology, economics, philosophy, etc. Here we try to establish whether management is a science, an art or a profession. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാനേജ്മെന്റ് വിവിധ വിഷയങ്ങളിൽ നിന്ന് വന്നതാണ്, പല വിഷയങ്ങളുടെ കോമ്പിനേഷനാണ്. സോഷ്യോളജി, എക്കണോമിക്സ്, ഫിലോസഫി, ഇതിൽ നിന്നെല്ലാം കൂടി വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സബ്ജക്റ്റാണ് മാനേജ്മെന്റ് എന്നുള്ളത്. ഇവിടെ മാനേജ്മെന്റ് ഒരു സയൻസ് ആണോ, ഒരു കലയാണോ, ഒരു പ്രൊഫഷനാണോ എന്നും ആണ് പരിശോധിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് ചില ആളുകൾ പറയുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് അവർ കൺക്ലൂഡ് ചെയ്തത്? അവർ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റിനെ നോക്കിക്കാണുകയാണ്, വിലയിരുത്തുകയാണ്. ആ വിലയിരുത്തലിലാണ് അവർക്ക് മനസ്സിലായത്. ചിലർ ഒരു സ്ഥാപനത്തിലെ മാനേജ്മെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആൻഡ് സ്ഥാപനത്തിൽ എവരിത്തിങ് മാനേജ് ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ ചില മാനേജേഴ്സ് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതും സയന്റിഫിക് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് നോക്കിക്കാണുന്ന വ്യക്തികൾ കൺക്ലൂഡ് ചെയ്യുന്നു, യെസ്, മാനേജ്മെന്റ് ഇസ് എ സയൻസ്. ചില മാനേജേഴ്സ് എങ്ങനെയായിരിക്കും, വളരെ കലാപരമായിട്ടായിരിക്കും അവരുടെ സ്ഥാപനത്തിലെ മാനേജീരിയൽ ആക്ടിവിറ്റീസ് ഏർപ്പെടുന്നുണ്ടായിരിക്കുക. അത് ഒബ്സർവ് ചെയ്ത വ്യക്തികൾ എന്ത് പറയുന്നു, മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് പറയുന്നു. ചില ഓതേഴ്സ് എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റിനെ വിശകലനം ചെയ്യുന്ന സമയത്ത് അവർ കണ്ടെത്തുന്ന കാര്യം, എല്ലാ മാനേജീരിയൽ പേഴ്സൺസും പ്രൊഫഷണൽസ് ആണ്, ക്വാളിഫൈഡ് പേഴ്സൺസ് ആണ്. അപ്പോൾ അവർ അങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നു, എന്ത്, മാനേജ്മെന്റ് ഒരു പ്രൊഫഷനാണ്. ശരി, നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പഠിച്ചു വരാം. അപ്പോൾ മാനേജ്മെന്റ് ഒരു സയൻസ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ എന്താണ് സയൻസ് എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്തൊക്കെയാണ് സയൻസിന്റെ ഫീച്ചേഴ്സ്, എന്നിട്ട് മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് പരസ്പരം കമ്പയർ ചെയ്യണം. ഈ സയൻസിന്റെ ഫീച്ചേഴ്സുമായി മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് പൊരുത്തപ്പെടുന്നുണ്ടോ?
ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് മാനേജ്മെന്റ് ഒരു സയൻസ് ആണ്, ഇല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത് മാനേജ്മെന്റ് ഒരു സയൻസ് അല്ല. ഇനി നമുക്ക് എന്താണ് ഒരു സയൻസ് എന്ന് ആദ്യം പഠിക്കാം. സയൻസ് ഈസ് ദ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് വിച്ച് എസ്റ്റാബ്ലിഷസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്ട്സ്. ചിട്ടപ്പെടുത്തിയ ജ്ഞാന സമാഹാരമാണ് ശാസ്ത്രം. അത് കാര്യകാരണ ബന്ധം സ്ഥാപിക്കുന്നു. എനി സബ്ജക്ട് വിച്ച് ഈസ് സയന്റിഫിക്കലി ഡെവലപ്ഡ് and consists of universally accepted principle is a science. Any subject which is scientifically developed and consists of universally accepted principle is a science. ശാസ്ത്രീയമായി വിശദീകരിക്കപ്പെട്ട ഏത് വിഷയവും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ അടങ്ങിയതാണെങ്കിൽ അത് ശാസ്ത്രമാണ്. അപ്പോൾ ഒരു വിഷയം നിങ്ങളെല്ലാം പഠിച്ചതാണ്. സയൻസ് എന്നുള്ളതിൽ നിങ്ങൾ 10ാം ക്ലാസ് വരെ ഫിസിക്സ് പഠിച്ചിരിക്കാം, കെമിസ്ട്രി പഠിച്ചിരിക്കാം, ബയോളജി പഠിച്ചിരിക്കാം. ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ പല തത്വങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ലോ ഓഫ് മോഷൻ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉള്ള സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണെങ്കിൽ അതിനെയാണ് നമ്മളൊരു സയൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സയൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ എന്താണ് സയൻസ് സബ്ജക്റ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റ് ഒരു സയൻസ് ആണ്. നമുക്കിനി ഫീച്ചേഴ്സ് ആയിട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നോക്കാം. ഇനി സയൻസിന്റെ ഒന്നാമത്തെ ഫീച്ചർ നമുക്ക് ചർച്ച ചെയ്യാം. സയൻസ് പറയുന്നു ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. സയൻസ് എന്ന് പറഞ്ഞാൽ ചിട്ടപ്പെടുത്തിയ ജ്ഞാന സമാഹാരമാണ്. അത് കാര്യകാരണ ബന്ധം സ്ഥാപിക്കുന്നു. കോസ് ആൻഡ് എഫക്ട് നിങ്ങൾക്കറിയാം. സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സയൻസിലുള്ള പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്നാണ് ഗ്രാവിറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സർ ഐസക് ന്യൂട്ടൺ ആപ്പിൾ മരത്തിന്റെ ചോട്ടിലിരുന്നപ്പോൾ ആപ്പിൾ തലയിൽ വീണ കഥയൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കാം. അന്ന് അദ്ദേഹം നിഗമനത്തിലെത്തിയതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നിഗമനത്തിലെത്തിയതാണ് ഭൂമിക്ക് എന്തുണ്ട്, ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്. അതൊരു പ്രിൻസിപ്പിളാണ്, തത്വമാണ്. അത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആണ്, അപ്ലിക്കബിൾ ആണ്. അപ്പോൾ സയൻസ് ആണെങ്കിൽ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആയിരിക്കണം, അതിന് തത്വങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി മാനേജ്മെന്റിന്റെ ഫീച്ചറിലേക്ക് പോവാം. മാനേജ്മെന്റ് എങ്ങനെയാണ്? മാനേജ്മെന്റ് ഈസ് ആൾസോ എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഒരു അറിവിന്റെ ജ്ഞാനശേഖരമാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ്. ഒരുപാട് ബുക്കുകളും ഒരുപാട് കാര്യങ്ങളും മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. മാനേജ്മെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ വൊക്കാബുലറി ടേംസ് ആൻഡ് കൺസെപ്റ്റ്സ്. മാനേജ്മെന്റിന് എന്തുണ്ട്? യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള തത്വങ്ങളുണ്ട്. നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററുകളിൽ ചർച്ച ചെയ്യപ്പെടും മാനേജ്മെന്റിന്റെ തത്വങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട 2 വ്യക്തികളാണ് ഹെൻറി ഫയോൾ, അതേപോലെ FW ടൈലർ. ഒരാൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആണെങ്കിൽ ഒരാൾ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ഇവരുടെയൊക്കെ തത്വങ്ങൾ നിങ്ങൾ പഠിക്കാൻ കിടക്കുന്നതാണ്. അപ്പോൾ മാനേജ്മെന്റിന് എന്തുണ്ട്? ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്, അതിന് അതിൻ്റെതായ തത്വങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ സയൻസിന്റെ അതേ ഫീച്ചർ എന്തിനുണ്ട്? മാനേജ്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ നമുക്ക് അവസാനത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? സയൻസിന്റെ ഫീച്ചർ മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഫീച്ചർ സയൻസ് പറയുന്നു സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ടെസ്റ്റഡ് ത്രൂ റിപ്പീറ്റഡ് എക്സ്പെരിമെന്റേഷൻ. ദ ഔട്ട്കം ഓഫ് ദ എക്സ്പെരിമെന്റ്സ് വിൽ ബി ആക്യുറേറ്റ്. സൂക്ഷ്മമായ വിശകലനത്തിനും പരിശോധനയ്ക്കും ശേഷം വികസിപ്പിച്ചതാണ് ശാസ്ത്രം. അതിന്റെ ഫലം കൃത്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയാണ് സയൻസിന്റെ തത്വങ്ങൾ. ലോ ഓഫ് മോഷൻ ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോ ഓഫ് മോഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അവർ കണ്ടെത്തിയത് ഒരുപാട് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റേഷനിലൂടെയാണ്. അങ്ങനെയാണ് ആ തത്വങ്ങൾക്ക് എന്തുണ്ട്? കൃത്യമായ ഫലം ഉണ്ടായിരിക്കും. ഇനി മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് നോക്കാം. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആൻഡ് എക്സ്പെരിമെന്റ്സ്. The outcome of the experiments are not predicted accurately. ഇവിടെ നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ഇതേപോലെ ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ത്രൂ എക്സ്പെരിമെന്റേഷൻ, പല വ്യക്തികളുടെ ഒബ്സർവേഷൻ, നിരീക്ഷണവും പരീക്ഷണത്തിലൂടെയും ഡെവലപ്പ് ചെയ്ത് തന്നെയാണ് ഈ തത്വങ്ങൾ. പക്ഷെ ആ തത്വത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സയൻസിന്റെ തത്വം ഓൾ ഓവർ ദ വേൾഡ് യുണീക്ക് റിസൾട്ട് ആണെങ്കിൽ ഈ മാനേജ്മെന്റിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് അക്യുറേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താ വെച്ചാൽ സയൻസിന്റെ അതേ ഫീച്ചർ എന്തിനില്ല? മാനേജ്മെന്റിനില്ല.
എന്നാൽ എന്ത് തന്നെയാണ് താനും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷനിലൂടെയാണെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കൺക്ലൂഷനിലേക്ക് ഈ ഒരു ഫീച്ചർ നമുക്ക് അതിന്റെ കൺക്ലൂഷനിൽ അത്യാവശ്യമായിട്ട് വരുന്ന ഒന്നാണ്. ഇനി മൂന്നാമത്തെ ഒരു ഫീച്ചർ നമുക്ക് നോക്കാം. സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സലി accepted. The results of experiments should be same anywhere in the world. ശാസ്ത്രം സർവലൗകികമായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങളാണ്. ഇത് ലോകത്ത് എവിടെയും ഒരേപോലെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സയൻസ് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആണ്. അതിന്റെ റിസൾട്ട് എല്ലായിടത്തും എന്താണ്, എവിടെയും പരീക്ഷിക്കപ്പെടാവുന്നതാണ്. നിങ്ങൾ പിന്നെ സയൻസിനെ ഞാൻ കൂടുതൽ എക്സാമ്പിളുകളൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താ പറയാ, ജലത്തെ വിഘടിപ്പിച്ചാൽ നിങ്ങൾക്കറിയാം H2O, ഹൈഡ്രജനും ഓക്സിജനും ആണ് കിട്ടുക. അത് ഇവിടുത്തെ ലാബിൽ ചെയ്താലും അമേരിക്കയിലെ ലാബിൽ ചെയ്താലും ലോകത്ത് ഏത് ലാബിൽ പോയി ചെയ്താലും ഒരേ റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഇനി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സലി അപ്ലിക്കബിൾ. ദേ ഹാവ് ടു ബി മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. ഈ മാനേജ്മെന്റിന് ഉള്ള തത്വങ്ങളും ഇന്ത്യയിലോ ലോകത്ത് എവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലോ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്ത്യയിൽ കിട്ടുന്ന റിസൾട്ട് ആയിക്കൊള്ളണമെന്നില്ല അമേരിക്കയിൽ കിട്ടുന്നത്. എന്താണ് അവിടെ എന്ത് ചെയ്യാം, ദേ ക്യാൻ മോഡിഫൈ അക്കോർഡിംഗ് ടു ദെയർ സിറ്റുവേഷൻ. ഓരോരുത്തർക്ക് അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. മാനേജ്മെന്റ് തത്വങ്ങളും സർവലൗകികമായി അംഗീകരിക്കപ്പെട്ടതാണ്. എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് തത്വങ്ങളിൽ മാറ്റം വരുത്തേണ്ടതാണ്. ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൺക്ലൂഷനിലേക്ക് എത്തണം. വെദർ മാനേജ്മെന്റ് ഇസ് എ സയൻസ്. നമുക്ക് പറയാം, ബൈ കമ്പയറിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് സയൻസ് വിത്ത് മാനേജ്മെന്റ് we can conclude that management is a science because management satisfy the features of science. But management is a science. It is not an exact science like ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എക്സെട്ര. മാനേജ്മെന്റ് ഒരു സയൻസ് ആണെങ്കിലും അതൊരു എക്സാക്ട് സയൻസ് അല്ല. ഫിസിക്സ് പോലെയോ കെമിസ്ട്രി പോലെയുള്ള ഒരു എക്സാക്ട് സയൻസ് അല്ല. ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് സയൻസ് ഓർ സോഷ്യൽ സയൻസ് ബിക്കോസ് മാനേജ്മെന്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. മാനേജ്മെന്റ് മനുഷ്യനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് എക്സാക്ട് സയൻസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സോഷ്യൽ സയൻസ് എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അപ്പൊ അത് കൺക്ലൂഷനിൽ നമുക്ക് എത്തി നിൽക്കാം. കാരണം ഈ രണ്ട് ഫീച്ചേഴ്സിൽ കുറച്ച് നമുക്ക് എന്താ പറയുക, അതേപോലെ സയൻസിന്റെ ഫീച്ചർ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റ് എന്തല്ല എന്ന് പറയുന്നത് എക്സാക്ട് സയൻസ് അല്ല, ബട്ട് ഇറ്റ് ഈസ് എ സയൻസ്. അപ്പൊ ആ കൺക്ലൂഷനിൽ നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റിന്റെ ഒരു സ്വഭാവം നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. മാനേജ്മെന്റ് ഈസ് എ സയൻസ്. ഇനി ചില ഓതേഴ്സ് ഇത് ഇങ്ങനെ പറഞ്ഞത് മാനേജ്മെന്റ് സയൻസ് ആണെന്ന് പറഞ്ഞത് ചില തിങ്കേഴ്സ് ആണ്. ഇനി മറ്റു ചിലർ പറഞ്ഞത് എന്താ വെച്ചാൽ മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണത് ഒരു കലയായിട്ട് തോന്നിയത്? അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ഒരു കല എന്ന് ആദ്യം പഠിക്കണം. എന്നിട്ട് ആ കലയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കണം. ആ കലയുടെ ഫീച്ചേഴ്സ് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സും ആർട്ടിന്റെ ഫീച്ചേഴ്സും സാമ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റും ഒരു ആർട്ടാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ. Art is the skillful and personal application of existing knowledge to achieve desired result. It can be achieved through study, observation and experience. അപ്പോൾ നോക്കൂ, art is the skillful and personal application of existing knowledge to achieve desired result. നമ്മുടെ നിലവിലുള്ള നമുക്ക് ഉള്ള അറിവ്, ആ അറിവിന്റെ ഉപയോഗം, അതിന്റെ ആപ്ലിക്കേഷനാണ്. അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ വ്യക്തിപരമായ വൈദഗ്ധ്യം, അത് നിരന്തര പരിശീലനം, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് കല എന്ന് അല്ലെങ്കിൽ കലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വേറെ ഈ സയൻസും ആർട്ടും കുറച്ച് റിലേറ്റഡ് ആണ് കേട്ടോ. സയൻസ് തത്വങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആർട്ട് എന്ത് ചെയ്യുന്നു, ഈ തത്വങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞാൽ സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ ആപ്ലിക്കേഷൻ, skillful and personal application of existing knowledge to achieve desired result. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അറിവും നമ്മുടെ കഴിവും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ആർട്ടിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അത് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നോക്കൂ, ആർട്ട് എന്ന് പറയണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് സ്റ്റഡി ഈസ് റിക്വയർഡ് ഫോർ ദ നോളജ് ഓഫ് ആർട്ട്. ആർട്ട് ഒരു കല എന്ന് പറയണമെങ്കിൽ കൃത്യമായിട്ടുള്ള
ഒരു പഠനം, സൈദ്ധാന്തികവും ചിട്ടയോടുകൂടിയ പഠനം കലയ്ക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാം, സംഗീതം, നൃത്തം, അഭിനയം, ഇതൊക്കെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിഷ്ഠയോടുകൂടി വർഷങ്ങളെ കൊണ്ട് നേടിയെടുക്കുന്ന ചില കഴിവുകളാണ്. ഈ മാനേജ്മെന്റ് എങ്ങനെയാണ്? അപ്പം നോക്കൂ, ഒരു ഡാൻസ് പഠിക്കണമെങ്കിൽ ഒരുപാട് വർഷത്തെ പഠനം നമുക്ക് അത്യാവശ്യമാണ്. എന്ന പോലെ ഫോർ എ ഗുഡ് മാനേജർ, ഒരു നല്ല മാനേജർ ആവണമെങ്കിലോ മാനേജ്മെന്റ് റിക്വയർസ് എ സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഫോർ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ സച്ച് ആസ് ഫിനാൻസിങ്, മാർക്കറ്റിംഗ് എക്സെട്ര. നിങ്ങൾക്കറിയാം, മാനേജർ ആവണമെങ്കിലും എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ് അക്വയർ ചെയ്തിരിക്കണം. പിന്നെ ചില എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ഓപ്പറേഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫിനാൻസിങ്, മാർക്കറ്റിംഗ് എന്നൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള ആ മേഖലകളിൽ കൃത്യമായി എന്തുണ്ടായിരിക്കാം? പഠനം ഉണ്ടാകും. നോക്കൂ, മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നീ മേഖലകളിൽ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ടി സൈദ്ധാന്തികമായ അറിവ് ആവശ്യമാണ്. അപ്പോൾ ആർട്ടിനും അറിവ് അത്യാവശ്യം, നോളജ് അത്യാവശ്യമാണ്. ഫോർ സയൻസിനും എന്താണ്? നോളജ് അത്യാവശ്യമാണ് എന്നാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഫീച്ചർ, ആർട്ട് ഈസ് ദ പേഴ്സണൽ ആൻഡ് സ്കിൽഫുൾ individual skill. Art is the personal and individual skill. The psychology of individual difference applies in an art. ഇവിടെ ആർട്ട്, അവിടെ ഇൻഡിവിജ്വൽ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്. ഡാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാട്ട്, സംഗീതം എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സംഗീതം പല വ്യക്തികളെ പല രൂപത്തിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ, ഇപ്പോൾ യേശുദാസിനെയും എം ജി ശ്രീകുമാറിനെയും കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു സ്കിൽഫുൾ അപ്ലിക്കേഷൻ അതിലുണ്ടായിരിക്കും, അവരുടെ ചില കോൺട്രിബ്യൂഷൻസ് അതിലുണ്ടായിരിക്കും. അത് ആർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വ്യക്തിപരമായ ഒരു പ്രാപ്തിയാണ് കല. വ്യക്തികളുടെ കഴിവ്, അവരുടെ അനുഭവ സമ്പത്ത് എന്നിവയനുസരിച്ച് കലയിൽ എന്തുണ്ടായിരിക്കും? അതിൻ്റെ പ്രസൻറ്റേഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ, മാനേജ്മെന്റ് ഈസ് എ പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വൽ സ്കിൽ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വൽ സ്കില്ലാണ്. എവറി മാനേജർ ഹാസ് ഹിസ് ഓൺ ഡിസ്റ്റിങ്ക്റ്റ് വേ ഓഫ് ഡൂയിങ് ഹിസ് വർക്ക്. പല സ്ഥാപനത്തിലെ പല മാനേജേഴ്സ്, അവരെല്ലാം മാനേജ്മെന്റ് ആണ് എങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു മാനേജീരിയൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ അവർ എഡ്യൂക്കേഷണൽ നോളജ്, അവർക്ക് സെയിം ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ കൂടി രണ്ടുപേരുടെ സ്കില്ലായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്കില്ലായിരിക്കും അവിടെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് സ്റ്റൈലായിരിക്കും അവർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. വ്യക്തിപരമായ ഒരു പ്രാപ്തിയാണ് മാനേജ്മെന്റ്. ഓരോ മാനേജർമാരുടെയും കഴിവ്, അനുഭവ സമ്പത്ത് എന്നിവ അനുസരിച്ചായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ആർട്ടിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ, അതും നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റും ആർട്ടും, ആർട്ട് എന്നുള്ളതും മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്നുള്ളതും എന്ത് ചെയ്യുന്നു? അവിടെ പിന്നെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ സെയിം ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഫീച്ചർ എടുക്കുകയാണെങ്കിൽ നോക്കൂ, ആർട്ട് റിക്വയർസ് പ്രാക്ടീസ്. ഇറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഓൺലി ത്രൂ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ്. ഏതൊരു കലയും അതിൻ്റെ പരമോന്നതിയിൽ എത്തിക്കണമെങ്കിൽ അത്യാവശ്യമാണ്? പ്രാക്ടീസ് അത്യാവശ്യമാണ്. നോക്കൂ, ഏതൊരു കലയ്ക്കും പരിശീലനം ആവശ്യമാണ്. പരിശീലനത്തിലൂടെയും അനുഭവ സമ്പത്തിലൂടെയും മാത്രമേ സർഗശക്തി വികസിപ്പിക്കാൻ കഴിയൂ. ഈ മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് നോക്കൂ, മാനേജ്മെന്റ് റിക്വയർസ് പ്രാക്ടീസ്. മാനേജീരിയൽ സ്കിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ്. കാര്യക്ഷമമായ മാനേജ്മെന്റിന് പ്രാക്ടീസ് അത്യാവശ്യമാണ്. സമയത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ മാനേജർക്ക് പ്രാക്ടീസും അനുഭവ സമ്പത്തും അത്യാവശ്യമാണ്. അപ്പൊ നോക്കൂ, പ്രാക്ടീസ് ഇല്ലാതെ നല്ലൊരു കലാകാരനാവാൻ കഴിയില്ല. അതേപോലെ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് ഇല്ലാതെ നല്ലൊരു മാനേജർ ആവാനും കഴിയില്ല. അപ്പോൾ 3 ഫീച്ചേഴ്സ് നമ്മളിവിടെ കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ആർട്ട്, മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫീച്ചേഴ്സും ആർട്ടിന്റെ ഫീച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? താരതമ്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരേപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് എന്നും കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെയുള്ള ചില ആളുകളുടെ, ചില മാനേജ്മെന്റിനെ നോക്കിക്കാണുന്ന, ഒബ്സർവ് ചെയ്ത് ചില ഓതേഴ്സിന്റെ കൺക്ലൂഷനാണ് മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് എന്നുള്ളത്. അവരതിനെ ഈ ഫീച്ചേഴ്സിൽ കമ്പയർ ചെയ്തിട്ടാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് നമുക്ക് എന്ത് ചെയ്തത്? നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം? ഒരു കൺക്ലൂഷനിലേക്കും കൂടി വരണം. മാനേജ്മെന്റ് ഒരു എക്സാക്ട് ആർട്ടാണോ? അപ്പൊ നമുക്ക് പറയാം, മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാക്ട് ആർട്ട് ലൈക്ക് ഡാൻസിങ്, സിംഗിങ് എക്സെട്ര, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് ആർട്ട്. ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ നോ, ഇറ്റ് ഈസ് നോട്ട് പ്യൂർ സയൻസ്, ബട്ട് ഇറ്റ് ഈസ്
സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ പോലെ. ഇനി ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മാനേജ്മെന്റ് ഈസ് ബോത്ത് എ സയൻസ് ആസ് വെൽ ആസ് ആൻ ആർട്ട്. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് കൃത്യമായൊരു കൺക്ലൂഷൻ എഴുതണം. മാനേജ്മെന്റ് ഈസ് ബോത്ത് എ സയൻസ് ആസ് വെൽ ആസ് ആൻ ആർട്ട്. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ അത് കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, യെസ്, മാനേജ്മെന്റ് ഈസ് ബോത്ത് എ സയൻസ് ആസ് വെൽ ആസ് ആൻ ആർട്ട് ബിക്കോസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് എ സയൻസ് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ദ പ്രിൻസിപ്പിൾ. ഇറ്റ് പ്രൊവൈഡ്സ് ദ പ്രിൻസിപ്പിൾ. മാനേജ്മെന്റിന്റെ തത്വങ്ങളുണ്ട് എന്നുള്ളതാണ് മാനേജ്മെന്റിനെ എന്താക്കി മാറ്റിയത്? സയൻസ് ആക്കി മാറ്റിയത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ആർട്ട് ബിക്കോസ് ഇറ്റ് പുട്സ് ദ പ്രിൻസിപ്പിൾ ഇൻ ടു ആക്ച്വൽ പ്രാക്ടീസ്. ഈ തന്ന തത്വങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ആക്ച്വൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് മാനേജ്മെന്റ് എന്തായി മാറുന്നു? ആർട്ടായിട്ട് മാറുന്നു. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് അറ്റ് ദ സെയിം ടൈം മാനേജ്മെന്റ് ഇസ് എ സയൻസ് ആസ് വെൽ ആസ് ആൻ ആർട്ട്. ഇത് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? ഈ മാനേജ്മെന്റ് സയൻസ് എന്നും ആർട്ട് എന്നും രണ്ടും പഠിച്ചതിന് ശേഷം ഒരേ എന്ത് തന്നെയാണെന്ന് പറയണം. ബോത്ത് സയൻസ് ആണ്, അതേപോലെ എന്താണ്? ആർട്ടും ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കൺക്ലൂഡ് ചെയ്യണം. ഇനി അടുത്ത നാച്ചുറൽ, അടുത്ത സ്വഭാവം നമുക്ക് പറയാൻ പോകുന്നത് പ്രൊഫഷൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഒരു പ്രൊഫഷൻ? ഈ പ്രൊഫഷൻ എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ബിസിനസ് സ്റ്റഡീസിൽ ഡീപ്പായിട്ട് പഠിച്ചതാണ്. അവിടെ നിങ്ങൾ എംപ്ലോയ്മെന്റ് അങ്ങനെ ക്ലാസിഫിക്കേഷൻ, ബിസിനസ് എംപ്ലോയ്മെന്റ് പ്രൊഫഷൻ എന്നൊക്കെയുള്ള ആ ടോപ്പിക്കുകൾ നിങ്ങൾ പ്രൊഫഷൻ കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഒരു പ്രൊഫഷൻ? അതിന്റെ മീനിങ് എന്താണെന്ന് വെറുതെ ഒന്ന് പറയുന്നു. എ പ്രൊഫഷൻ ഈസ് ആൻ ഓക്യുപ്പേഷൻ requiring specialized knowledge and training required after a formal study. ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന നോളജും ട്രെയിനിങ്ങും അത് ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്തെന്ന് പറയുന്നത്? ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഔപചാരികമായ പഠനത്തിലൂടെ സവിശേഷ സ്ഥാനം നേടുകയും ജ്ഞാനം പരിശീലിപ്പിച്ചുറപ്പിക്കുകയും ചെയ്യേണ്ട തൊഴിലാണ് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. ദ നോളജ് സോ അക്വേർഡ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഇൻസ്ട്രക്ടിങ്, ഗൈഡിങ് ഓർ അഡ്വൈസിങ് അതേഴ്സ്. അങ്ങനെ നേടിയ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ ഉപദേശിക്കാനോ ആയി ഉപയോഗിക്കുന്നു. നിങ്ങൾക്കറിയാം, ലോയർ, അതേപോലെ പിന്നെ ഡോക്ടർ, ഇതൊക്കെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫഷനാണ്. അപ്പോൾ ഇതേപോലെ ഒരു വക്കീലിനെ പോലെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോലെയുള്ള ഒരു പ്രൊഫഷനാണോ മാനേജർ എന്ന് പറയുന്നത് എന്നുള്ളതാണ് നമ്മളിനി അടുത്ത ടോപ്പിക്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെന്നെ ചെയ്യണം? ഇതേപോലെ മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സും പ്രൊഫഷന്റെ ഫീച്ചേഴ്സും കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കാം. അപ്പോൾ ഒന്നാമത് ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ. ഫസ്റ്റ് ഫീച്ചർ എന്താ പറയുന്നത്? പ്രൊഫഷൻ റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആൻഡ് ഫോർമലൈസ്ഡ് മെത്തേഡ് ഓഫ് അക്വയറിംഗ് ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. ഒരു പ്രൊഫഷണലാവണമെങ്കിൽ, ഒരു ഡോക്ടർ ആവണമെങ്കിൽ അല്ല MBBS പാസ്സായേ പറ്റൂ. അപ്പോൾ കൃത്യമായ ഫോർമൽ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഏതൊരു പ്രൊഫഷനും അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. ഈ മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ, അങ്ങനെ മാനേജർ അങ്ങനെ വേണ്ട ഒരാളാണോ? മാനേജ്മെന്റ് ആൾസോ റിക്വയർ എ സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ്. മാനേജ്മെന്റ് തന്നെയാണ് മറ്റു പ്രൊഫഷനെ പോലെ ഒരു വിജ്ഞാന ശേഖരം ആവശ്യമാണ് മാനേജ്മെന്റിന്. എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ICAI, ICWA, CS ഒക്കെ തുടങ്ങിയ കോഴ്സുകളൊക്കെ ഇതേപോലെ ഉള്ള സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജുകളാണ്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നു, ദ എൻട്രി ഇൻ ടു എ പ്രൊഫഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ത്രൂ എക്സാമിനേഷൻ ഓർ എഡ്യൂക്കേഷണൽ ഡിഗ്രി. ഒരു പ്രൊഫഷണലിലേക്കുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ്. ആർക്കും പോയി ഒരു ഡോക്ടർ ആവാൻ പറ്റില്ല. ഹി ഷുഡ് ടേക്ക് ദ MBBS ഡിഗ്രി. അയാൾക്ക് MBBS ഉണ്ടായിരിക്കണം. ആർക്കും കയറി വക്കീലാവാൻ പറ്റില്ല, അല്ലെങ്കിൽ LLB പാസ്സായിരിക്കണം. എന്ന പോലെ ഒരു പ്രൊഫഷണൽ ആവണമെങ്കിൽ പരീക്ഷയുടെയോ ബിരുദത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് പ്രൊഫഷനിലേക്കുള്ള അംഗത്വം. അങ്ങനെയാണ് ഇനി മാനേജറുടെ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ, ആൻ എക്സാമിനേഷൻ ഓർ ഡിഗ്രി ഈസ് ആൾസോ റിക്വയർഡ് ഫോർ എൻട്രി ഇൻ ടു ദ മാനേജ്മെന്റ് പ്രൊഫഷൻ. ഒരു മാനേജർ ആവണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ഇതേപോലെ ഡിഗ്രിയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അത്യാവശ്യമാണ്. മാനേജ്മെന്റ് പ്രൊഫഷനിലേക്കും പരീക്ഷയുടെയും ബിരുദത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അംഗത്വം കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫീച്ചറും നമുക്ക് എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് ഇപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. പക്ഷേ അവസാനം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും കൂടി പറയേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ ഫീച്ചർ പറയുന്നത്, എവറി പ്രൊഫഷൻ ഹാസ് പ്രൊഫഷണൽ അസോസിയേഷൻ. എല്ലാ പ്രൊഫഷനും പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. ദീസ് അസോസിയേഷൻ കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ എൻട്രി ഓഫ് മെമ്പേഴ്സ്. ആ മെമ്പേഴ്സിന്റെ എൻട്രിയും അവരുടെ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് തന്നെ പറയാം, പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പ്രൊഫഷണൽ ബോഡിയാണ്. എല്ലാ പ്രൊഫഷനും തൊഴിൽപരമായ സംഘടനകളുണ്ട്. പുതിയ മെമ്പർമാരുടെ പ്രവേശനം നിയന്ത്രിക്കുന്നത് ഈ സംഘടനകളാണ്. ഉദാഹരണം നിങ്ങൾക്ക് അറിയാം, ഒരു ഡോക്ടർ ആവണമെങ്കിൽ അയാൾ IMA
മെഡിക്കൽ അസോസിയേഷനിൽ അംഗത്വം നേടിയിരിക്കണം. ഒരു വക്കീലായിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അയാൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം നേടിയിരിക്കണം. അതേപോലെ CA ആയിക്കോട്ടെ, ICWA ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്തുണ്ട്, പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട്, അതിൽ അംഗത്വം നേടിയെടുത്തിരിക്കണം. ഇനി മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ, ഒരു മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാനേജേഴ്സ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാനേജേഴ്സ് എങ്ങനെയുള്ള വ്യക്തികളാണ്, പ്രൊഫഷണൽസ് ആണ്. അവർക്ക് പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്, ICAI, ICWA, CS, ഇതിനൊക്കെ എന്തുണ്ട്, അസോസിയേഷൻ ഉണ്ട്. ദേ കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ എൻട്രി ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി പ്രൊഫഷൻ. മാനേജർമാർക്കും തൊഴിൽപരമായ സംഘടനകളുണ്ട്, ICAI, ICWA. പുതിയ അംഗങ്ങളുടെ പ്രവേശനത്തെ നിയന്ത്രിക്കുന്നത് ഇത്തരം സംഘടനകളാണ്. അപ്പോൾ ഈ 3 ഫീച്ചർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റ് ഒരു പ്രൊഫഷനാണ് എന്ന് പറയാം. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ ഇനി അതിനെ ഒന്നുകൂടി അങ്ങോട്ട് ഡീപ്പിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ചില ഭേദഗതികൾ അത്യാവശ്യമായിട്ട് വരും. ഒന്നാമത് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്, അതൊക്കെ നമുക്ക് പറയാം. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത്, ഒരു മാനേജർക്ക് പ്രൊഫഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണെന്ന് പറഞ്ഞു. മാനേജർ ആവണമെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള പല സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന മാനേജേഴ്സ് ഫുള്ളി എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആണോ? അവർക്ക് അറിവുള്ളവരായിരിക്കാം, പക്ഷെ എന്തുണ്ടായിക്കൊള്ളുന്നില്ല, ഫോർമൽ ഡിഗ്രി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഒരു മാനേജർ ആവാൻ എന്ത് അത്യാവശ്യമല്ല, ഒരു ഫോർമൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അത്യാവശ്യമായിട്ട് വരുന്നില്ല ഇന്നത്തെ സാഹചര്യങ്ങളിൽ. പിന്നെ ഇന്നുള്ള എല്ലാ മാനേജേഴ്സും അവർക്ക് സ്വന്തം അവർ പ്രൊഫഷണൽ ബോഡിയിൽ അംഗത്വം എടുത്തവരാണോ? അവർക്ക് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെയും നമുക്ക് എന്ത് വരുന്നു, ചില സംശയങ്ങൾ വരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെ മാനേജേഴ്സും ആ പറയുന്ന പ്രൊഫഷണൽ അസോസിയേഷനിൽ അംഗത്വം എടുത്തവരോ അവർക്ക് പ്രത്യേകിച്ച് കോഡ് ഓഫ് കണ്ടക്റ്റോ ഇല്ല. പക്ഷേ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. നവഡേയ്സ് മാനേജ്മെന്റ് ഈസ് നോട്ട് എ ഫുള്ളി we can say it is not a profession. ഒരു ഫുള്ളി ഒരു പ്രൊഫഷൻ ആണ് മാനേജ്മെന്റ് മേഖല എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് മാനേജ്മെന്റ് ഈസ് ഗോയിങ് ആസ് എ പ്രൊഫഷൻ, ഒരു പ്രൊഫഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റൂ. നവഡേയ്സ് ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് പ്രൊഫഷൻ, ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നായിരിക്കണം കുട്ടി കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എത്തിയിട്ട് നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ചില ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നില്ല, മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് നവഡേയ്സ് ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് പ്രൊഫഷൻ ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. ഇന്നതൊരു കംപ്ലീറ്റ് പ്രൊഫഷൻ അല്ല, പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ നാച്ചർ ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക്ക് ഇവിടെ തീരുകയാണ്. നമുക്ക് ഇനി അതിലേക്ക് വരേണ്ട ടോപ്പിക്കുകൾ അടുത്ത സെഷനുകളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.